കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ പൂജ വിവാദം. ബോയ്സ് ഹോസ്റ്റലിലേക്ക് കാനറ ബാങ്ക് നൽകിയ ബസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിന് മുന്നോടിയാണ് പൂജ നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും സിജു കണ്ണൻ കൂടി ചേരുന്നു. സിജു കണ്ണൻ, ഇവിടെ നടന്നത് സർവകലാശാലയുടെ പൊതു ഇടത്തിൽ ഈ മതപരമായ ചടങ്ങ് നടത്തരുതെന്ന മാനദണ്ഡമാണ് കാറ്റിൽ പറത്തിയത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. മതപരമായ ചടങ്ങ് പൊതുസ്ഥലത്തിൽ നടത്തരുത്, അതായത് സർവകലാശാലയുടെ പൊതു ഇടത്തിൽ നടത്തരുത് എന്ന മാനദണ്ഡമാണ് കാറ്റിൽ പറത്തിയത്. കാസർഗോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിലാണ് പൂജാ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. ബോയ്സ് ഹോസ്റ്റലിലേക്ക് കാനറ ബാങ്ക് ഒരു പുതിയ ബസ് നൽകിയിരുന്നു. ഇതിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിന് മുന്നോടിയായാണ് പൂജ നടത്തിയത് സർവകലാശാലയിൽ തന്നെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. സർവകലാശാലയുടെ പൊതു ഇടത്തിൽ മതപരമായ ചടങ്ങ് നടത്തിയതിനെതിരെ വലിയ വിമർശനവും പ്രതിഷേധവുമാണ് ഉയർന്നു വരുന്നത്. അഡ്മിൻ ബ്ലോക്കിന് മുൻപിലായാണ് ബസ്സിന് മുന്നിൽ ഒരു മാലയൊക്കെ അണിയിച്ചുകൊണ്ടുള്ള പൂജാ ചടങ്ങുകൾ നടന്നത്. പൂജയ്ക്ക് സാക്ഷികളായി VC പ്രൊഫസർ സിദ്ദു പി അൽഗൂർ, രജിസ്ട്രാർ തുടങ്ങിയവർ പങ്കെടുത്തു. സർവകലാശാലയുടെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് ആരോപിച്ചുകൊണ്ട് SFI ശക്തമായി രംഗത്ത് വന്നു. ശക്തമായി അപലപിച്ചുകൊണ്ടാണ് SFIയുടെ കേന്ദ്ര സർവകലാശാല യൂണിറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. സർവകലാശാലയുടെ ഔദ്യോഗിക പരിപാടികൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത, സമത്വം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അത്തരമൊരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ തത്വങ്ങൾക്ക് വിരുദ്ധവും അംഗീകരിക്കാനാവാത്തതുമാണ് എന്ന നിലപാടാണ് SFI വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.